പെരിങ്ങാം ഗവൺമെന്റ് കോളേജിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ജീവൻകാരുണ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. NSS വോളണ്ടിയർ സെക്രട്ടറി ആര്യ കെ സ്വാഗതം പറഞ്ഞു. ഗവൺമെന്റ് കോളേജ് പെരിങ്ങോം നേതൃത്വത്തിൽ രക്തദാന ജീവകാരുണ്യ ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യം തന്നെ NSSന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുജാത എവി മാമിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുജാത എവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെരിങ്ങോം പോലീസ് SI സുധീർ കുമാർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് അറിയുന്ന ഞാൻ പറയാം. ആദ്യമായിട്ട് ഇതിൻ്റെ സംഘാടകരുടെ നന്ദി പറയുകയാണ് നമ്മൾ ഈ പരിപാടിക്ക് തന്നെ ക്ഷണിച്ചതിന്. പിന്നെ അത് കൂടാതെ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി, അതായത് രക്തദാനം മഹാദാനം എന്നല്ല പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബുദ്ധിമുട്ട് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത്. ചില ആക്സിഡൻ്റൊക്കെ കേസുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവിടുന്ന് സിസ്റ്റേഴ്സ് നമ്മളോട് പറയും, സാറ് ഭയങ്കര ബ്ലഡ് ബ്ലീഡിംഗ് ആണ്, പെട്ടെന്ന് ബ്ലഡ് വേണം. പെട്ടെന്ന് ബ്ലഡ് നമ്മളിപ്പോൾ ഓൺ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലഡ് വേണം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും ഏത് ബ്ലഡ് ഗ്രൂപ്പാണെങ്കിലും നമ്മൾ പെട്ടെന്ന് എൻ്റെ ബി പോസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ പറയും ബി പോസിറ്റീവ് ഞാനിപ്പോൾ തരാമെന്ന് പറയും. മറ്റേത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ച് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വിളിക്കും. എങ്കിലും ലേറ്റ് ആവും. കാരണം ഒരു ബ്ലഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജീവൻ രക്ഷിക്കുകയാണ് അല്ലേ നോർമലി നമ്മളെല്ലാവരും. കാരണം നമ്മൾ ചിന്തിക്കില്ല. കാരണം പലപ്പോഴും നമ്മൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് യൂഷ്വലായിട്ട് അതൊക്കെ നോക്കൊന്ന് വിടും. നമ്മൾ ആരും സീരിയസ് ആയി എടുക്കില്ല. പക്ഷേ അത് വായിക്കുന്ന സമയത്ത് നമ്മളെ കുടുംബത്തിലുള്ള ഒരാൾക്കാണ് അത് സംഭവിച്ചതെങ്കിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കെയർ ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അവയർനെസ് കൊടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, കാരണം ബ്ലഡ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് 4 months ഒന്നൊന്ന്, പുരുഷന്മാർക്ക് 3 months അല്ലേ സാർ? സ്ത്രീകൾക്ക് 4 months അല്ലേ? അപ്പോൾ സ്ത്രീകൾ 4 months കൂടുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പുരുഷന്മാർ 3 മാസം. പിന്നെ 50 വയസ്സാണ് പ്രായം എന്ന് എനിക്ക് തോന്നുന്നത്. മീൻസ് 50 വയസ്സല്ല, 50 കിലോഗ്രാം തൂക്കമുള്ള ഒരു ആരോഗ്യമുള്ള പുരുഷന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. രക്തദാനം എന്ന മഹത്തായ ഒരു പ്രസ്ഥാനം തന്നെയാണ് നമ്മുടെ നാടൊട്ടുക്കും നമുക്ക് അറിയാം. വളരെ നിസ്വാർത്ഥമായ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ. രക്തദാനം മാത്രമല്ല, മറ്റ് ആതുരരായ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള രോഗികൾക്കും മറ്റ് വിധത്തിൽ പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കും പലതരത്തിലുള്ള സംഭാവനകളും സൗകര്യങ്ങളും വളരെ നിസ്വാർത്ഥമായി സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടും മറ്റു വിധത്തിലുള്ള അധ്വാനങ്ങൾ നൽകിക്കൊണ്ടും സഹായിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ PRO ജാക്സൺ ഏഴിമല ചടങ്ങിൽ മുഖ്യാതിഥിയായി. പെരിങ്ങാം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അശ്വതി LS, ആര്യ രാജപ്പൻ, പെരിങ്ങാം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിശാൽ K എന്നിവർ ചേർന്ന് ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ ഡോക്ടർ ജിൻസ് ജോസഫ്, ഡോക്ടർ പ്രശാന്ത് P, ശശികുമാർ K, രഞ്ജിത് കുമാർ P, അരുൺ A തുടങ്ങിയവർ ചടങ്ങിനെ ആശംസ അറിയിച്ചു. NSS വോളണ്ടിയർ സെക്രട്ടറി ധനുഷ് നന്ദി പറഞ്ഞു. ഒരു കവിതയുണ്ട്. ആ കവിതയിലെ 2 വരികൾ ഇങ്ങനെയാണ്: നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരം നീ എന്തു ചെയ്തു? നിൻ പ്രാണനാലത്ര വിളക്കു കൊളുത്തി നീ നാളത്തെ യജ്ഞത്തിനെന്ത് ഹവിസായി കൊടുത്തു നീ. കവി ചോദിക്കുന്നത് ഇങ്ങനെയാ, എന്താണ്? ഞാൻ തന്ന അക്ഷരം. ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള ജീവിതം കൊണ്ട് എത്ര ജീവിതങ്ങളിൽ വിളക്ക് കൊളുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ അതിന് കൊടുക്കാൻ കഴിയുന്ന മറുപടിയാവണം ഇവിടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായും അധ്യക്ഷ ഭാഷണത്തിന്റെ ഭാഗമായും സ്വാഗതം പറയുമ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാൻ ഇടയുള്ള ഈ സന്നദ്ധ രക്തദാനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മളെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ജോലി അറിയാലോ അല്ലേ? എന്താ ജോലി? എന്നാ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ജോലി എന്താ? ആൾക്കാരെ രക്ഷിക്കുക. ഫയർ എന്ന് പറഞ്ഞാല് തീ, റെസ്ക്യൂ പറഞ്ഞാല് രക്ഷാപ്രവർത്തനം. തീ മാത്രമല്ല, മറ്റ് രക്ഷാപ്രവർത്തനം എല്ലാം ഉണ്ട്. ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും അപകടങ്ങൾ കണ്ടിട്ടുണ്ടോ ന്യൂസിലായിട്ട്? ഇനിയാണ് പൈതൽ മേലയിൽ ഒരാൾ പോയില്ലേ, ഒരു കുട്ടി അല്ലേ? പെൺകുട്ടി പോയില്ലേ? എന്താ തീ ഇടിമിന്നലേറ്റ് മരണപ്പെട്ടു അല്ലേ? പിന്നല്ലേ ഒരു പിന്നുണ്ട്. ആ പിന്ന് വലിക്കും. പിന്ന് വലിച്ചിട്ട് എന്ത് ചെയ്യും?
എന്തമർത്തും? അതിൻ്റെ ആ മുകളിലത്തെ ലിവർ അമർത്തും. ഒന്ന് തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോ. ആ പിന്നഴിക്കണം അല്ലേ? ആ പിന്നഴിച്ചു. പ്രസ് ചെയ്യണ്ട. പ്രസ് ചെയ്താൽ ഇപ്പോൾ പൗഡർ വരും, പുറത്തേക്ക് വരും. നിങ്ങളെ മുഖമെല്ലാം പൗഡർ ഇട്ട പോലെ ആവും. വേണോ? വേണ്ട. BIRക്കൊക്കെ ഒരു ഡ്രസ് ബാങ്ക് ഉണ്ട്. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള പെൺകുട്ടികൾ ഉണ്ടാവും. ഒരച്ഛൻ്റെ അമ്മയുടെയും ഏതൊരു സ്വപ്നം എന്ന് പറയുന്നതും ആ കുട്ടികളുടെ വിവാഹമാണ്. അപ്പൊ ആ വിവാഹ ദിവസം ആ കുട്ടിക്ക് ഇടാൻ ഡ്രസ് ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ വാങ്ങാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ, അവർ അല്ലെങ്കിൽ അവിടുത്തെ നമ്പർ മുഖാന്തരം ഞങ്ങളെ വിളിക്കുകയും അവർക്ക് നമ്മുടെ അടുത്ത് വന്ന് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് കളക്ട് ചെയ്തിട്ട് പോവാം. ഒരു പ്രിന്റ് മുതൽ വലിയ പ്രൊജക്ടുകൾ വരെ നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി സീനായ് ഇന്നോവേഷൻസ് ചെറുപുഴ. ഡിജിറ്റൽ പ്രിന്റിംഗ്, ഡിസൈനിങ്, ലാമിനേഷൻ, ഫോട്ടോ കോപ്പി, മെമന്റോ മേക്കിംഗ് തുടങ്ങിയ വിവിധ പ്രിന്റിംഗ് സേവനങ്ങൾക്കായി സീനായ് ഇന്നോവേഷൻസ് നിങ്ങളുടെ വിജയത്തിന്റെ പ്രിന്റിംഗ് പാർട്ണർ.